എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇന്നൊറിയുന്നല്ലത് മാഷേ, ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ല വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്കെഴുതിയതാ? ആർക്കെഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്ത. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നെ കൊല്ല്. പോടോ. എടാ മാഷക്ക് പ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കല്ല എന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ. പൂരം കാണാൻ വന്നിരുന്നു രാത്രി. ഹൈദ്രോസ് പോ. ലോനപ്പ് മാഷ പറയണേ, ഹൈദ്രോസ് പോ. പക്ഷേ അയാൾ പോയിട്ട് 1 മണിക്കൂറായല്ല. നീ പോടാ സെക്കൻഡ്. തലയിരിക്കുമ്പോ വാലാടണ്ട. കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പം മാഷ്. നീ എന്നാടാ മാഷായത്? നീ ചിലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും LP ആയാലും മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ടാ പോരെ. നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ. നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാം മാഷെ. പറഞ്ഞു കൊടുക്കണേ. കേട്ടെഴുത്താണ് മാഷോട് സംസാരിക്കുന്നത് എന്നെ വേണം പറയാൻ. സ്കൂളിലോ എനിക്ക് സ്വരം തരുന്നില്ല, റോട്ടിൽ വന്ന് അവിടെ തരില്ല സ്വരം. രാത്രി ആയില്ലടാ, നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക പോളോ. എല്ലാവരും 1 ഗുണം 6 സമം 6, 2 ഗുണം 6 കല്ലുകളി. സ്കൂൾ വരാണ്ട് ഇവിടെ കളിക്കാനായിട്ട് ഇത്. ഇപ്പൊ മണി എത്രയായി ടീച്ചറെ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്. കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയാ? നോ, ഒരു ഗവൺമെന്റ് LP സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്താ ചെയ്യാം മാഷേ? പിന്നെ മാഷുള്ളോണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമയോ? മനോരമയാണല്ലേ. മനോരമ വായിക്കാൻ എന്ത് സുഖാന്നറിയോ? എന്താ മാഷേ കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനിത്തിരി പുളിക്കും. എനിക്ക് മാഷ അറിഞ്ഞൂടെ? ടീച്ചറുടെ നുണക്കുഴി ഒന്ന് ചിട്ടിക്കണേ. മിണ്ടായിരിക്കടാ. നിനക്കൊക്കെ പോയി വല്ല കന്നല്ലേ മേച്ചൂറ. പഠിക്കാൻ വന്നാ പഠിക്കണം. ഇതെന്താ ചന്തപ്പരയാ? എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? എന്താ ഇവിടെ എന്താ മാഷ ഇവന് പഠിക്കണമെന്നില്ലാന്ന്. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ഇവനാ പറഞ്ഞ മാഷ. എന്താ പറഞ്ഞ? പഠിപ്പിക്കാൻ വരുന്നതും പഠിപ്പിച്ചാ മതിന്ന്. ഒറ്റ വീക്ക് വെച്ചേട്ടോ. കേരള പിഞ്ഞില് രണ്ടാൾ കയറ. എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? ടീച്ചറെ പദ്യല്ലേ? അല്ല, ഇനി കേട്ടെഴുത്താ. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്തേ. കേട്ടെഴുത്താണ് കേട്ടെഴുത്തേ. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്ക്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോന്ന്? കുഴപ്പമില്ല. പട്ടിയുണ്ടോ? മാഷേ ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ? എഴുതടാ. പട്ടി ഉണ്ടോ?
കെട്ടിയിടാം. ഇന്ന് വരാം, ഇന്ന് വരാം. തല്ലുകൊള്ളും. ഓ എന്തെന്ന്? ആരാടാ കുവിയത്? ആരാടാ കുവിയത്? അബ്ദുള്ള മാഷെ. എല്ലാവരും നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തിൽ പോയി ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങട്ടാ ചിട്ടുങ്ങ എടാ ചവി ആടിന്റെ പീ അത്രയല്ലേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വന്നേ. നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇരുന്നാലേ ബാക്കിയുള്ള കുട്ടികളും കൂടി ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുറെ കാലായില്ലടാ വന്നിരങ്ങണേ. എന്താ മൊയ്തുക്ക? മോന്റെ ഒരു കത്ത് വന്നിരിക്കുന്നു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷെ. പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്, അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ. അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക 1 മാസത്തിനകം അയക്കാം. പീഡിയയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീഡന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാലാ. ഓന്റെ കായ് വരുമല്ലോ. അത് നന്നായി പഠിക്കണില്ല അബ്ദു. ബമ്പനോയെ ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ, എന്താ മാഷെ? ഒരു ചെറിയ മിന്നലെ പോയി 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 പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്തിയ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാൻ ഞമ്മള് പറയാം. എന്തേ? എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒരാളൂടെ ആരാ? മാഷെ തുണി മാറ്റാൻ മാഷ്. അസീസ നമ്മുടെ കുട്ടിയാ, ധൈര്യമായിട്ടിരിക്കാം. അസീസ നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഞാനിത് കഴിക്കില്ല. നിർബന്ധിക്കണ്ട, 3 ആൾക്ക് തികയില്ല. ഇയാളെന്തിട്ട് ഈ കുഞ്ഞിങ്ങിച്ച് കളിക്കണം? പണ്ടാറ് നിൽക്കണ്ടും. അതൊക്കെ പിന്നെ ഒന്ന് മുട്ടി. വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞുണ്ണി ടീച്ചറുടെ ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ? അത് തയ്ച്ചാ? ഇല്ല. അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ. അതിന്റെ കാശും മാഷ് തന്നെ എന്നോളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ? ഇതാ അതിന്റെ ഒരു രസം അല്ലേ? നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ മാഷേ? ആ കാട്ടുമാക്ക മമ്മതിന്റെ മോളായാലോ? അത് വേണ്ട, അത് വേണ്ട. എന്താ? അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നു. നമ്മുടെ അയ്മൂട്ടിയുടെ മോള് നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്യ. ഓ, നമ്മുടെ പരീതിന്റെ മകള് സൈനബ ആയാലെന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച. ഹൈദ്രോസിക്കാന്റെ മോൾ ആമിനെ എങ്ങനെ? എന്റെ അസീസ്, നീ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ, നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും. കാണണോ? എങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. ഉള്ള വാപ്പാ മോര് ഹൈദ്രോസ്. എന്റെ അസീസേ, ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ? ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ, മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി അല്ല സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം. ഹൈദ്രോസിന്റെ മോളല്ല, അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ? അല്ലേ? അയ്യോ അസീസെ, നീ ആണല്ലേ? കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. എന്തേ? ശരിയല്ലേ? ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടെന്ന് കരുതി ഞാനെടുത്ത് കുടിച്ചു. തനിക്ക് നാളെ അവരുടെ പെരട്ട നഗരെ കുടിച്ചാൽ മതിയാക്കും കഷണ്ടി.